ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ബീറ്റിലിനെ മോഡിഫൈ ചെയ്ത് നമുക്കൊരു ഓഫ് റോഡ് വണ്ടി ആക്കിയാലോ? ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടീനെ ഡിസ്മാൻഡിൽ ചെയ്യണം. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഡോറൊക്കെ തുറക്കാവുന്ന പോലെയാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഊരിയെടുക്കാം. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ചെറിയൊരു പെയിൻറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം പക്ക റിയലിസ്റ്റിക് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാസ് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോറിന് അത്യാവശ്യം നോക്കിക്കുമ്പോൾ നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നോർമൽ സ്ക്രൂ ഡ്രൈവർ തന്നെ യൂസ് ചെയ്യുക. അതാണ് സേഫ് കേട്ടോ. കാരണം അതിനൊരു ലിമിറ്റ് ഉണ്ട്. പിന്നെ ഡോറുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാം. ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഡൈകാസ്റ്റ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ വർക്ക് ചെയ്യേണ്ട സാധനം നമുക്കിപ്പോൾ കൈ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ സാധനങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഇത് വെക്കുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ഹെഡ്ലൈറ്റ് ആണ് വെക്കുന്നത്. നമുക്ക് ബാക്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാനുണ്ട്. പിന്നെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇതെന്താണെങ്കിലും കട്ട് ചെയ്തെടുക്കാമേ. നമ്മൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ സേഫ്റ്റി മസ്റ്റ് ആണ്. അതുപോലെ അത് മെറ്റൽ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സേഫ്റ്റി നോക്കണം. പിന്നെ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് നമ്മുടെ ബ്ലേഡ് ഒന്ന് തെന്നി വന്നാണ്, ജസ്റ്റ് മിസ്സാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഗ്ലൗസ് ഇടാം. ശരിക്കും പറഞ്ഞാൽ മറന്നു പോയതാണ്. സേഫ്റ്റി ഫസ്റ്റ്. അതേ ഫസ്റ്റ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിനെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ട് അത്യാവശ്യം വന്നാൽ പുട്ടിയൊക്കെ ഇട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഈ ഡാമേജ് ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത മിനിയേച്ചേഴ്സിന്റെ പോലെ അല്ല കേട്ടോ. കാരണം മെറ്റലിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. നല്ല പാടാണ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിനി കുറേ പണി ബാക്കിയുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ സൈഡെല്ലാം അങ്ങ് കട്ട് ചെയ്തെടുക്കാമേ. നമ്മുടെ മെയിൻ കട്ടിങ് പരിപാടി ബോഡിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെയൊക്കെ ഇനിയും ചെറിയ നമുക്ക് ഷേപ്പ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട സാധനങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷേപ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നല്ല ഷാർപ്പാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ആക്കണം. അങ്ങനെ നമ്മുടെ കട്ടിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ബാക്കും ഒന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ കുറച്ചുകൂടെ കട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത്ര നിർത്തുന്നുള്ളൂ. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിനൊന്ന് സാൻഡ് ചെയ്ത് സെറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 320 സാൻഡ് പേപ്പർ ആണ് കേട്ടോ. മിനിയേച്ചർ ചെയ്യുന്ന കുറെ പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെ ഇത്ര ഫിനിഷിംഗ് വരുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ നിങ്ങൾ ഫോറക് ഷീറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ശരിക്കും നമ്മൾ സാൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാനും ആദ്യത്തെ സ്റ്റെപ്പിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ നോർമൽ കടയിൽ നിന്ന് മേടിക്കുന്ന 100-ൻ്റെയോ അല്ലെങ്കിൽ 50-80-ൻ്റെ ഒക്കെ സാൻഡ് പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര തരിയായിരിക്കും. അപ്പോൾ അതിട്ട് നമ്മൾ എത്ര സാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഫിനിഷിംഗ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്പർ കൂടി ഏതെങ്കിലും സാൻഡ് പേപ്പർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 400-ൻ്റെ ഉണ്ട്, 600-ൻ്റെ ഉണ്ട്, 800-ൻ്റെ ഉണ്ട്, 1000-ൻ്റെ ഉണ്ട്. 1000-ൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പേപ്പർ പോലെ ഇരിക്കുള്ളൂ. പക്ഷേ അത് വെച്ച് നമ്മൾ ഫോറക് ഷീറ്റിലൊക്കെ സാൻഡ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പോളിഷ് ചെയ്ത് ആ ഒരു ഫിനിഷിംഗ് നമുക്ക് കിട്ടും. ഇത് പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെയൊക്കെ ഒരു കവറിങ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഒന്ന് കളയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ സാൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബോഡി അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത സ്ഥലമെല്ലാം നമ്മൾ സാൻഡ് ചെയ്ത് അത്യാവശ്യം സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ബോഡി എന്തായാലും പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ പെയിന്റ് റിമൂവ് ചെയ്യണം. എന്താണെങ്കിലും അടുത്ത സ്റ്റെപ്പിൽ എന്താണെങ്കിലും നമ്മൾ പെയിന്റ് റിമൂവ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിക്ക് ഇനി ടയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഗ്യാരേജിൽ കുറേയൊക്കെ നോക്കി, നമുക്ക് കിട്ടുന്നതെല്ലാം ചെറിയ ചെറിയ വീൽസ് ആണ് കേട്ടോ. ഒന്നുകൂടെ നോക്കാം നമുക്ക് പറ്റുന്ന വീൽസുകളുണ്ടോന്ന്. ഓ കറക്റ്റ് സമയത്ത് ഇതേ ഇവ നമുക്ക് ടയറുമായിട്ട് വന്നിട്ടുണ്ട്. ആള് 4 ടയർ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സൈസുള്ള ടയറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, വലിയൊരു മോൺസ്റ്റർ ഫീലൊന്നും വരുന്നില്ല, എന്നാലും ടയർ അത്യാവശ്യം ഓഫ് റോഡ് ടയറാണ്. പക്ഷെ നമുക്കിത് പോരാ. എന്താണേലും കുറച്ചും കൂടെ വലിയ ടയറാണ് കേട്ടോ എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, നമുക്ക് ഈ ടയർ കൊണ്ടുവന്ന ആളുടെ ടയർ നിങ്ങൾ നോക്കി. ഇത് കണ്ടോ, പക്ക ഒരു മോൺസ്റ്റർ ടയറാണ്. അടിപൊളി ഓഫ് റോഡിങ് ടയറാണ്. കാരണം JCBയുടെ ടയർ ആണല്ലോ. അപ്പോൾ ഇത് ഇവന് മാച്ച് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഈ ടയർ അങ്ങ് ചൂസ് ചെയ്യുവാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ബിൽഡ് ചെയ്യാമേ. ബാക്ക് വീൽ ഒരു ഇച്ചിരി പാടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട വീൽസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീൽ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതുണ്ടല്ലോ, നമുക്കിവിടെ മഡ് ഗാർഡ്സ് ബിൽഡ് ചെയ്യണം. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ പെയിന്റ് ഒന്ന് റിമൂവ് ചെയ്യണം. നമ്മൾ ഈ പെയിന്റ് അല്ല കേട്ടോ ഫൈനൽ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പെയിന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെയിന്റ് റിമൂവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെയിന്റ് റിമൂവ് ആവും. ഞാനും ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. ഓ, ഇത് നോക്കുമ്പോൾ തന്നെ പെയിന്റ് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, പത്ത് മിനിറ്റിൻ്റെ ആവശ്യം വന്നില്ല. നമ്മൾ തേക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓ അടിപൊളി, ഫുള്ള് പെയിൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇതേ പെയിൻ്റ് എല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ. അതുപോലെ തന്നെ 2 ഡോറിനും നമ്മൾ പെയിൻറ്റ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി പെയിൻറ്റ് ചെയ്യണം. ഏത് പെയിൻറ്റാണെന്ന് ഞാൻ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീൽ ആർച്ചാണ് കേട്ടോ. വീൽ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലിന് മുകളിൽ വരുന്ന സംഭവമാണ്. അത് കുറച്ച് വീതിക്ക് വേണം നമുക്ക് ചെയ്യാൻ. കാരണം നമ്മുടെ ടയർ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ടയറിനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് PVCയുടെ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ വീലാർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി നമ്മളിത് പേപ്പറിൽ ഏകദേശം ഒരു ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിനെ PVCയിൽ ഫൈനൽ സ്റ്റൈൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ വീലാർച്ചിൻ്റെ 2 പീസ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സമയം എടുത്തത് ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ സാൻഡ് ചെയ്തൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഹീറ്റ് ചെയ്തപ്പോഴത്തേക്കിനും കുറച്ചൊക്കെ ബെൻഡായി പോയിരുന്നു ഈ സൈഡിലോട്ടൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ ബാക്കിലേ ചെയ്യുന്നുള്ളൂ. ഇതെന്തോരം സക്സസ്ഫുൾ ആവും നോക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് നോർമലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്ലെക്സ് ക്വിക്കാണ്. പക്ഷേ ഇതിപ്പോൾ മെറ്റലും PVCയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫെവിക്വിക്കിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇങ്ങനത്തെ പർപ്പസിനൊക്കെ നല്ലതാണ്. ജെല്ല് ടൈപ്പ് ഗ്ലൂ ആണ് കേട്ടോ. ഏകദേശം നമ്മൾ വെച്ച് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനൽ ആയിട്ടില്ല, കാരണം ഇത് ജസ്റ്റ് ചെറിയൊരു ഗ്ലൂവേ തരുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മളിനി നമ്മുടെ ഈ കോൾഡ് വെൽഡിങ് പൗഡറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ആ സ്പേസ് നമ്മൾ ഈ പൗഡർ വെച്ച് ആദ്യം അങ്ങ് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫെവിക്വിക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ. ഭയങ്കര സെക്യൂർ ബോണ്ടാണ് ഇതിൻ്റെ. ഓക്കെ, അവിടെ സെറ്റാണ്. ഇത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഇതിനകത്ത് വേറെ താമസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് സാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ.
നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഇവിടെ ശരിക്കും പറഞ്ഞാൽ റൗണ്ട് ഷേപ്പ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇച്ചിരി സ്ട്രെയിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സമയമെടുത്ത് ഇവിടെ നല്ലതായിട്ട് സാൻഡ് ചെയ്ത് നമ്മൾ പക്ക ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ബോഡിയിൽ എങ്ങനെയാണോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണോ ഈ പെയിൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെയും പെർഫെക്റ്റ് ആയിട്ട് വരണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടെയൊക്കെ കുറച്ച് നമുക്ക് പൊട്ടിയിടാനുണ്ട്, കാരണം ഇവിടെയൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫൈനൽ സ്റ്റൈലിൽ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ വീല് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു ലുക്ക് മനസ്സിലാകും കേട്ടോ. ഏകദേശം വീൽ ഇത്രയും പുറത്തേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു ഔട്ട്ലുക്ക് വരുന്നത്. കുഴപ്പമില്ല, ഒരു ചെറിയ മോൺസ്റ്റർ ലുക്കൊക്കെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചേസ് ബിൽഡ് ചെയ്യണം. അങ്ങനെ ചേസ് അത്യാവശ്യം ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചേസ് നമ്മൾ ചെയ്യുന്നത് PVC തന്നെയാണ് കേട്ടോ. PVCയുടെ ചെറിയ പീസസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അതുപോലെ നമ്മുടെ വീലിലേക്ക് പോകുന്ന പോർഷൻ കൂടെ ഉണ്ടാക്കണം കേട്ടോ. ഇതങ്ങനെ നമ്മൾ ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 പീസ് ഇതുപോലെ PVCയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ 2 പീസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അപ്പുറം ഇപ്പുറം ഹോൾ ഇട്ടിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീല് ഇതുപോലെ കയറ്റിയിടാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം നടുക്കത്തെ നമ്മുടെ പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മുടെ ചേസിൻ്റെ 2 വീലിലേക്ക് നമ്മുടെ ആക്സിൽസും കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പീസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് PVC ആണ്, അതുകൊണ്ട് അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സസ്പെൻഷനും കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് കേട്ടോ നമ്മുടെ വീൽ 2 മൗണ്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ചെറിയൊരു സസ്പെൻഷനും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് ഇങ്ങനെ വരും. ഇതിനകത്തായിരിക്കും നമ്മൾ ഈ ഒരു കമ്പി ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ കയറ്റിയിടാൻ നമ്മളൊരു ചെറിയൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കമ്പി 2 സൈഡിലായിട്ട് വരും. അതിനുശേഷം നമ്മൾ വീല് കയറ്റിയിടാനുള്ള ഈ ഒരു പീസിനെ ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഇങ്ങനെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഇത് മാക്സിമം നേരെ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ചുമ്മാ നമ്മൾ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ച് അങ്ങ് ഒട്ടിക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നേരെയാണോ അല്ലയോ എന്നുള്ളതിന്. അതിനുശേഷം നമുക്ക് ഈ 2 കമ്പി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. ഓൾറെഡി ആ ഹോൾ ഇച്ചിരി ലൂസാണ്, അതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കുറച്ച് ഗ്ലൂ അങ്ങ് വെച്ച് കൊടുക്കാവേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അത്രയും സ്ട്രോങ് അല്ല, അതുകൊണ്ട് നമ്മൾ നമ്മുടെ കോൾ വെൽഡിങ് പൗഡറും കൂടെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ സാധനം പെർഫെക്റ്റ് ആണ്. പിന്നെ ഒട്ടത്തും കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മളിതിങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വീലിടാനുള്ള ഈ ഒരു സംഭവം അത് ഇവിടെ ഓൾറെഡി നമ്മൾ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കമ്പി നമുക്ക് ഈ ഹോളിൽ കൂടെ കയറ്റി ഇങ്ങനെ വെക്കണം. ഇതുപോലെ തന്നെ ബാക്കിലും ഒരു പീസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം, കാരണം നമ്മുടെ വീല് കുറച്ച് താന്ന് വേണം നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വീലിന് വേണ്ട സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഹോളിലേക്ക് കയറ്റിയിടുവാണ്. ഹൈറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല. അത് പിന്നെ ഇങ്ങനെ കമ്പി ആയതുകൊണ്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വളച്ചത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ലുക്കിൽ വലിയ പ്രശ്നം വരത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. കണ്ടല്ലോ, സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ വീലൂടെ കയറ്റിയിടുവാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് കയറ്റുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാലും നമ്മുടെ ബോഡി നമുക്കൊന്ന് എടുത്ത് വെച്ച് നോക്കാം. കുഴപ്പമില്ല, കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നതാണ്. ഒരു സൈഡൊക്കെ മാത്രമായിട്ടാണേലും ഇതിങ്ങനെ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് കാണിച്ചു തരാം. ബാക്ക് സൈഡാണ്, ഉണ്ടല്ലോ, നൈസാണ്, കുഴപ്പമില്ല. കാരണം ആ കമ്പി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്ഷൻ കിട്ടുന്നുണ്ട്. അത് ഒരുപാട് പണി ഇനി പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടമായി. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി കുറേ പണികൾ ബാക്കിയാണ്. ഇനിയാണ് ശരിക്കും സമയം എടുക്കുന്ന പരിപാടികൾ കേട്ടോ. പക്ഷേ നമ്മുടെ മെയിൻ ആ കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയാലും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും സ്ട്രക്ചർ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. അങ്ങനെ നമ്മുടെ ബീറ്റിലിന് വേണ്ട പാർട്സ് എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതൊക്കെ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഫൈനൽ അസംബ്ലിങ് ഇതുവരെ ചെയ്തിട്ടില്ല. അതിനുമുമ്പ് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ അതേ ഫസ്റ്റ് നമ്മുടെ ചേസാണ്. ചേസ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ ഇൻറ്റീരിയറും കൂടി അതിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ ഇത് 2 ഫുഡ് സ്റ്റെപ്സും കൂടി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഒരു 2 സൈഡിൽ. അത് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്ന സാധനം ഫ്രണ്ടിൽ ഒരു സസ്പെൻഷന് വേണ്ടി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ സ്പ്രിങ്ങും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഓൾറെഡി സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് 2 കുഞ്ഞ് സ്പ്രിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, നമുക്ക് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിവിടെ ഉണ്ട് ഒരെണ്ണം, അതുപോലെ തന്നെ ഒരെണ്ണം ഈ സൈഡിലൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ആ സ്പ്രിങ്ങാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നും, പക്ഷേ ആ സ്പ്രിങ് അല്ല, ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഈ ഒരു കമ്പിയാണ് കേട്ടോ സസ്പെൻഷനായിട്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ സ്പ്രിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കിനും എന്തൊക്കെ ഉള്ള പോലെ തോന്നും. ഓക്കെ, അപ്പോൾ അതത്രയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് നമ്മൾ എക്സ്ട്രാ PVCയിൽ വീഡിയോയിൽ കാണിക്കാത്തൊരു സാധനം ഇതാണ് കേട്ടോ. ഇത് PVC കൊണ്ട് തന്നെ നമ്മളൊരു പീസ് ഉണ്ടാക്കിയെടുത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണം നമുക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ബമ്പറും കൂടി ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് PVCയും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു പൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇത് നമ്മുടെ എഞ്ചിനായിട്ട് നമ്മൾ എഞ്ചിൻ്റെ ഒരു ഡമ്മി ചെയ്താണ്. അപ്പോൾ നോർമലി വണ്ടി കാണുന്നതല്ലാത്ത പോലെ നമ്മൾ കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ബീറ്റിൽ ബാജ ബഗ് എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റിൻ്റെ ഒരുപാട് മോഡിഫൈഡ് ഒറിജിനൽ വണ്ടികൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ നോർമലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ വണ്ടിയുടെ പുറത്തേക്കാണ് എഞ്ചിൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്തത് ഒരു ക്യാരിയറാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരെണ്ണം ചെയ്തു, അതിന് ഇച്ചിരി വലിപ്പം കൂടുതലാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്യാരിയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇത് ഫിറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്തത്, ഡോറ് ശരിക്കും ഇവിടെ ഫുള്ള് ഒരു സ്ക്വയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു PVCയുടെ പീസ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കുന്ന സമയത്ത് കറക്റ്റ് ഡോറ് തുറന്നു വരും. അത് നമുക്ക് ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വണ്ടീനെ ഫൈനലായിട്ടൊന്ന് അസംബിൾ ചെയ്യാം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് സാധനം നമ്മുടെ ക്യാരിയറാണ്. അതോടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇതേ കണ്ടല്ലോ, ഇതാണ് കേട്ടോ വണ്ടിയുടെ ഒരു ലുക്ക് വരുന്നത്. ബമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ എഞ്ചിനും നമ്മൾ ജസ്റ്റ് ടെമ്പററി ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഓരോന്നും ഊരി എടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷനൊക്കെ സ്ട്രോങ് ആണ് കേട്ടോ. ബാക്കിലാണേലും കുഴപ്പമില്ല, സസ്പെൻഷനൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡോറും തുറന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഡോറും തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യണം. ഞാൻ അതിലൊട്ടും എക്സ്പെർട്ട് അല്ല, എന്നാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇതിനെ ഡീറ്റെയിലിംഗ് ചെയ്യും. അതുപോലെ തന്നെ ഇൻറ്റീരിയറും ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ്, ഈ വണ്ടിയിൽ ഇനി എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.